കുട്ടിയുടെ പേര് സ്നേഹത്തിന്റെ പുറത്ത് വീണ ആട്ടിക്കാട്ടം നമ്മൾ കഴിക്കുന്നു. വീണ ചേച്ചിനെ എനിക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാം. അതാണ് നമ്മളെ കൂടെ ആരും ഉണ്ടായിരുന്നു, ഇത് നിങ്ങളെ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഇത് കംപ്ലീറ്റ് ചെയ്യിക്കും നിങ്ങളെ കൊണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് ഞാനൊരു പോലീസ് വേഷങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരാളല്ല. എനിക്ക് തോന്നുന്നു എല്ലാ മാസവും ഒരു പോലീസ് വേഷം എനിക്ക് വരാറുണ്ട്. എനിക്ക് വലിയ ഹൊറർ എക്സ്പീരിയൻസ് അതല്ല. ഹായ് ഹലോ നമസ്കാരം, ജാങ്കോ സ്പേസിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി. മലയാളത്തിലെ ആദ്യത്തെ കോമഡി ഹൊറർ വെബ് സീരീസ് റിലീസ് ആവാൻ പോവുകയാണ്, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. സോ അതിന്റെ വിശേഷങ്ങളുമായി എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നു ഡയറക്ടർ സാജു SS, ശബരീഷ് വർമ്മ, ഷൈജു ശ്രീധർ, ആദ്യ ആൻഡ് വീണ ചേച്ചി. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. ഇതാണ് ഞങ്ങളുടെ വിശേഷം. ഞങ്ങളുടെ വെബ് സീരീസ് ഈ 14-ന് റിലീസാവുന്നു. ഞങ്ങളുടെ കുറേ ദിവസത്തെ അധ്വാനം പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശേഷം. ഓക്കെ, അതായത് ഇപ്പം മലയാളത്തിൽ ഹൊറർ മൂവി ഒരു ട്രെൻഡ് ആവാൻ തോന്നുന്നു. അതായത് DS റിലീസ് ആവുന്നു, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നമ്മുടെ സീരീസ് ആണ് ഇറങ്ങാൻ പോകുന്നത്. സോ ട്രെയിലറൊക്കെ കണ്ട് അത്യാവശ്യം കുറച്ച് പേടിയൊക്കെ വന്ന്, കുറച്ച് പേടിക്കുന്ന ആളായത് കാരണം എനിക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ പേടിയൊക്കെ വന്നിട്ടുണ്ട്. എന്തോന്ന് ചേട്ടാ? ഓക്കെ, അപ്പോൾ സോ ചേട്ടാ, ഒരു കോമഡി വെബ് സീരീസ് എന്നുള്ള ഒരു ഐഡിയ അത് എപ്പോഴാണ് ചേട്ടൻ അത് ഹുക്ക് ചെയ്തത്? ഇത് ആക്ച്വലി സീക്കാണ് ആദ്യം ഹുക്ക് ചെയ്തത്. സീന്റെ ടീമാണ് ഈ സബ്ജക്റ്റ് സുനീഷിന്റെ അടുത്ത് നിന്ന് കേൾക്കുന്നതും അവരാണ് ഈ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രൊജക്റ്റുമായിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ സീയിൽ പോയി സംസാരിച്ചപ്പോൾ വീണയും ഞാനും കൂടി പോയി സംസാരിച്ച സമയത്ത് അവരാണ് വീണനോട് പറഞ്ഞത്, സുനീഷ് വാരനാടിൻ്റെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് ചെയ്യൂ, ഞങ്ങൾക്ക് ഇതിലൊരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ള ഒരു ഐഡിയ അവരാണ് നമുക്ക് തരുന്നത്. കാരണം അവർ മലയാളത്തിലേക്കൊരു മലയാളം സീരീസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവരുടെ ടീമിനൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, പ്രേക്ഷകർക്ക് എന്ത് ടൈപ്പ് ഓഫ് സാധനം കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ അവർക്കുണ്ടാവും. അപ്പോൾ അവർ ഒന്ന് സെലക്ട് ചെയ്തത് ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയാണ്. അപ്പം തൊട്ടടുത്തത് സെയിം ജോണർ കൊടുക്കേണ്ട, ഒരു മാറി ചിന്തിക്കുന്ന ഒരു ജോണർ കൊടുക്കണം എന്ന് അവരുടെ ടീമായിരിക്കും ആദ്യം ചിന്തിച്ചതെന്ന് തോന്നുന്നു. പിന്നെ ചിന്തിച്ചത് സുനീഷാണ്. സുനീഷിൻ്റെ മുന്നേ മനസ്സിൽ ഇത് മുമ്പേ ഉള്ള ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ ട്രെയിലർ വന്നതിന് ശേഷം സുനീഷ് ഭായി എന്നോട് പറഞ്ഞു, ട്രെയിലർ വന്നതിന് ശേഷം ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എന്തുകൊണ്ട് സിനിമയാക്കിയില്ല, ഇത് സിനിമയാക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ലായിരുന്നോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ ആ തോന്നൽ പുള്ളിക്ക് ആദ്യം ഉണ്ടായി. പുള്ളി അത് ഇതിനൊരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ സംസാരിച്ചത് കൊണ്ടാണ് ഞങ്ങളിലേക്ക് ഇത് എത്തുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചത് ഒരു ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുത്തതാണ്. അപ്പം എനിക്കിത് പറ്റുമോ എന്ന ഉള്ളൊരു കൗതുകം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടും വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിലും ഇത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക, ഇത് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ വീണയോടാണെങ്കിലും എന്നോടാണെങ്കിലും ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു. വീണ ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അന്നപ്പോ പിന്നെ എന്നാ പിന്നെ ഒന്ന് കളിച്ചു പോകാം എന്നുള്ള ഒരു ഐഡിയ പിന്നോട്ട് വെക്കാനൊരു മനസ്സ് വന്നില്ല. അതുകൊണ്ട് നമ്മളതിനകത്ത് ഇറങ്ങി ഒരു നല്ല ടീമിനെ നമ്മൾ സെറ്റ് ചെയ്തു. എൻ്റെ കൂടെ സിനിമ വർക്ക് ചെയ്തിട്ടുള്ള ക്യാമറാമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിൻ്റെ അകത്ത് ടെക്നിക്കൽ സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു. എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോളർ, ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പം വിനോദ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ അവിടെ വരുന്നു. നമുക്ക് വേണ്ട ലൊക്കേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുള്ളി സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് ഓരോ കാര്യങ്ങൾ, നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും മാറിപ്പോയി. കാസ്റ്റിങ്ങിലാണെങ്കിലും ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ഓരോ മാറ്റങ്ങളും ഇല്ലേ, ഈ മാറ്റങ്ങൾ ആക്ച്വലി ഭയങ്കര നല്ല റിസൾട്ടാണ് നമുക്ക് തന്നത്. ഇതിനകത്ത് അമ്പുട്ടി ചേട്ടൻ, നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റാണ് അമ്പുട്ടി ചേട്ടൻ, കുറച്ച് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്പുട്ടി ചേട്ടൻ്റെ ക്യാരക്ടറിന് നമ്മൾ വേറൊരാൾ വന്ന് നമ്മുടെ ലൊക്കേഷനിൽ അഭിനയിച്ചു തുടങ്ങിയ സമയത്ത് പുള്ളിക്കൊരു അപകടം പറ്റുന്നു അവിടുന്ന് ലൊക്കേഷനിൽ. അപ്പം പുള്ളിക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്ത് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, പുള്ളി പെട്ടിലായിപ്പോയി. അപ്പം ഒരു പുളുക്ക് വന്നിട്ട് അപ്പം പിന്നെ അതിന് പകരമാണ് അമ്പുട്ടിച്ചേട്ടൻ വരുന്നത്. അമ്പുട്ടിച്ചേട്ടൻ വന്നതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത് പിന്നീട് നമ്മൾ ഒരുപാട് സന്തോഷിപ്പിച്ചതാണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് വന്ന ഒരു സാധനം. അങ്ങനെ ഓരോ ഘടകങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇറങ്ങി തിരിച്ചത് ഒരു വെല്ലുവിളിയായിട്ടാണെങ്കിലും നമ്മളെ കൂടെ ആരോ ഉണ്ടായിരുന്നു, ഇത് നിങ്ങളെ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഇത് കംപ്ലീറ്റ് ചെയ്യിക്കും നിങ്ങളെ കൊണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് അതെ, ഇവരൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞേ, ആ ടീമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒപ്പം നിൽക്കുന്ന ഒരു ടീം അല്ലെങ്കിൽ
ഇത് ഒരിക്കലും സംഭവമേ അല്ല. നമ്മുടെ പ്രൊമോഷൻ ആണെങ്കിലും വന്നപ്പോ രാവിലെ വന്നപ്പോ തൊട്ട് ഇങ്ങനെ ജിൽ എല്ലാരും ഇങ്ങനെ ഉച്ചക്ക് വന്നപ്പോ തൊട്ട് എല്ലാരും ഇങ്ങനെ ഭയങ്കര ജില്ലായിട്ട് അതെ അതെ, ഞങ്ങള് രാവിലെ തൊട്ട് കുറേ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നല്ല എനർജി ഉണ്ട്. അതെ അതെ അതെ, ഇത് കഴിഞ്ഞ വേറെ പരിപാടി ഉണ്ട്. ശബരി ചേട്ടനെ ഇപ്പൊ ഫിലിമോഗ്രഫി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ നല്ല സിനിമകൾ, കുറെ നല്ല കഥാപാത്രങ്ങൾ കുറെ ആയി ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഒരു വെബ് സീരീസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്താ ആസ് ആൻ ആക്ടർ ഇതിനകത്ത് നോക്കിയത് എന്തായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നു ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഒന്ന് ഇത് കുറച്ച് സമയത്തിനുള്ളിൽ എടുത്ത് തീർക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അത് മാനസികമായി ആദ്യം എന്നുള്ളൊരു ചിന്ത വന്നിരുന്നു. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ അത് ഈസി ആയി. കാരണം ഒന്ന് വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആയിരുന്നു, പിന്നെ ഇദ്ദേഹം ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള സുനീഷ് ചേട്ടനും അത്ര ക്ലീൻ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പോലെ ആ കഥാപാത്രം നമ്മുടെ ഉള്ളിലേക്ക് ഇരുന്നു. ഈ കഥാപാത്രം ആക്ച്വലി ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. വിഷ്ണു എന്നാണ് പേര്. ഈ പോലീസ് സ്റ്റേഷൻ്റെ SHO ആണ്. അപ്പം അങ്ങനെ എന്നിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അത് ചെയ്യാൻ കുറച്ച് രസമാണല്ലോ. അതിൻ്റെ ഒരു ത്രില്ല് അടിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇത് ഒരു ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, കാരണം അങ്ങനെ വർക്ക് ചെയ്ത് ശീലിച്ചിട്ടില്ല നമ്മൾ. കുറച്ച് സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ 2 തരത്തിലുള്ള സിനിമകളാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ഗസ്റ്റ് റോൾസ് ചെയ്യും, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇതിൽ ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ 5-ൽ താഴെ ദിവസം ഷൂട്ട് വരുന്നത്. അല്ലെങ്കിൽ അടുത്ത് ഒരു 50+ ഉള്ള സിനിമകൾ ആണ് ചെയ്യുന്നത്. വാസന്തിയുടെ കഥ, വാസന്തിയൊക്കെ ഒരുപാട് സമയം. വാസന്തി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളാണ്. അതെ അതെ. ഇപ്പൊ ചന്തു എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറാണ്. അതിന്റെ വാസന്തി ഷൂട്ട് ചെയ്ത സമയത്ത് വാസന്തി കണ്ടിട്ടുണ്ടോ? വാസന്തി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു സീക്വൻസിൽ ഞാനും സിജും സ്വാസികയും കൂടി ഞങ്ങൾ സഞ്ചരിക്കുന്ന ബൈക്ക് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞിട്ട് തള്ളിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സൈഡിലൊരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതാണ് മെട്രോ. പിന്നെ ഞങ്ങൾ ആ ബൈക്ക് റെഡിയായി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പാലത്തിന്റെ മേളിൽ കൂടി പോകുന്നുണ്ട്. അത് പാലാരിവട്ടം പാലം, ഏത് പൊളിച്ചു പണിഞ്ഞ പാലം, പൊളിക്കുന്നതിന് മുമ്പുള്ള പാലം, പ്രശ്നമാണെന്ന് പറഞ്ഞ പാലം. അങ്ങനെ അത്രയും ഇത് ചെയ്ത് അതിന് മുമ്പുള്ള ഒരു പടമാണ് വാസന്തി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വാസന്തി ആക്ച്വലി OTT റിലീസ് ഞങ്ങൾ കഴിഞ്ഞ മാസമാണ് അതിന്റെ അത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ അടുത്ത സുഹൃത്തുക്കൾ. സ്വാസികയെ എനിക്ക് നേരത്തെ അറിയാം, സിജു, ബാക്കി എൻ്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഷിനോസും സജുവും സുനിത, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാം വളരെ അടുത്ത. എൻ്റെ മ്യൂസിക്കും സൗണ്ട് ഡിസൈനിങ്ങും രാജേഷ് തന്നെയാണ് ചെയ്തത്. എല്ലാം നമ്മളെ സുഹൃത്തുക്കളൊപ്പം, ഞാൻ കുറേ സുഹൃത്തുക്കളൊപ്പം. ഇതിൻ്റെ അകത്ത് ആകെപ്പാടെ എനിക്ക് പരിചയമുള്ളത് വീണയാണ്. പിന്നെ ഇതിൻ്റെ DOP ആയിട്ടുള്ള സുധിയേട്ടനൊപ്പം ഒരു പടം ചെയ്തിട്ടുണ്ട്. എന്നല്ലാണ്ട് ബാക്കി എല്ലാവരും ഷാജി ചേട്ടനൊക്കെ TV-യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. സൈജുബായി അപ്പോഴാണ് പരിചയപ്പെടുന്നത്. പിന്നെ പരിചയമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ബാലാജി, സെന്തിൽ, ഇവരെയൊക്കെ അറിയാം. ജയൻ ചേട്ടനൊക്കെ അറിയാം, ഒരുമിച്ച് വർക്ക് ചെയ്തില്ല. ബാലാജി ചേട്ടനൊപ്പം ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇത്ര വലിയൊരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ, ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്ന പോലത്തെ ഒരു ടാസ്ക് ആണ് എന്ന് പറഞ്ഞാൽ. ആകെ നമ്മൾ കൂട്ടി തുന്നിക്ക് കഴിഞ്ഞാൽ 2.25 മണിക്കൂർ അല്ലേ, 2.25 മണിക്കൂറുള്ള ഒരു സിനിമ പോലെയാണ് എന്ന് പറഞ്ഞാൽ. അത് സിനിമ പോലെ ആക്കണമെങ്കിൽ അതിൻ്റെ പല എഡിറ്റും പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ ആ അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷെ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ ഇത് ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ശീലം ഇല്ല. അപ്പം ഇതെങ്ങനെ സാധിക്കും, അത് നീറ്റായിട്ട് വരുമോ എന്നുള്ള ഒരുപാട് ഡൗട്ടുണ്ട്. നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഷോട്ട് എടുക്കും. നമ്മൾ പ്രത്യേകിച്ച് ഡിജിറ്റൽ ഇറയിലാണ് ഞാൻ വരുന്നത്. ശരിക്കും അതിന് മുമ്പുള്ള കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു പേടിയുള്ളതായിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ റീലായിരുന്ന സമയത്ത്, ഫിലിം ആയിരുന്ന സമയത്ത് അത് ഓടുന്നതിൻ്റെ ശബ്ദം നമുക്കത്, ഞാൻ ഫിലിം മേക്കിംഗ് പഠിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതിനുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് നമ്മൾക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഡിജിറ്റലില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിനിമയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ഷോട്ട് എടുക്കുന്നു, അത് നമ്മൾ ചെന്ന് കാണുന്നു, കണ്ടിട്ട് ഓക്കെ ഇത് ഇങ്ങനെ ചെയ്താൽ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ടൈം എടുത്തൊരു ഓർഗാനിക് ആയിട്ട് ഹെൽത്തി ആയിട്ട് ആ സിനിമയുടെ പ്രോസസ്സ് അങ്ങനെയായിരിക്കും. ഇതിലങ്ങനെ ഒരു ടൈം നമുക്കില്ല. അതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ഞെട്ടൽ. പക്ഷേ ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ വന്നിട്ട് ഷോട്ട് കണ്ടിട്ട് ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മനസ്സിലായി ഇനിയിപ്പോൾ ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കാരണം അവസാനം ഇതൊരു ഡിലേ വരരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, താങ്കൾക്ക് ഓക്കെ അല്ലേ, താങ്കൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനിയിപ്പോൾ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം അത് ഗൈഡ് ചെയ്ത് തന്നു. പിന്നെ റൈറ്ററായിട്ടുള്ള സുനീഷ് ചേട്ടനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അത് ഭയങ്കര വലിയ ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് ഈ ക്യാരക്ടറിലേക്ക് കയറാനായിട്ട് ഫസ്റ്റ് ഡേറ്റ്സ്. ഷൈജു ചേട്ടൻ്റെ ക്യാരക്ടർ എന്താണ്? നമ്മൾ ട്രെയിലറിനകത്ത് കണ്ട ഒരു പോലീസ് പോലീസുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അടുത്ത് കുറച്ച് സീനിയർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പല കാര്യങ്ങളും ഞാനുമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്.
അപ്പോൾ അത് പരമേശ്വരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പരമമായി ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത. ചേട്ടന് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമായതല്ല. ആക്ച്വലി എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് ഞാനൊരു പോലീസ് വേഷങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരാളല്ല. പക്ഷേ എനിക്കറിയില്ല, അയ്യപ്പനും കോശിയും അഞ്ചാം പാതിരയും പോലുള്ള സിനിമകൾ കഴിഞ്ഞ് വന്നപ്പോൾ പോലീസ് വേഷമാണെന്ന് ആദ്യം തന്നെ പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ മാസവും ഒരു പോലീസ് വേഷം എനിക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളൊരു പോലീസ് യൂണിഫോം ഇട്ട് വന്നു കഴിഞ്ഞാൽ അതെ അതെ അതെ. പക്ഷെ എനിക്കിപ്പോൾ അത് കംഫർട്ട്. പലരും പറയും പോലീസ് വേഷം സ്ഥിരമായിട്ട് ചെയ്യരുത് പോലീസ് അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്കിഷ്ടമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരു ക്യാരക്ടർ എന്താണോ വിളിക്കുന്നത് അതാണല്ലോ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇതിനകത്ത് ഈ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറാണ്. എന്നുവെച്ചാൽ വളരെ രസകരമായിട്ടുള്ള ഒരു ടീമും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെല്ലാം നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ഒരു ആക്ടർ അതുപോലെ നമ്മൾ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. നമുക്ക് ഭയങ്കര രസമായിരുന്നു. ട്രെയിലറിനകത്താണെങ്കിൽ ഒരു സീൻ ഉണ്ടല്ലോ, ഗുരുവായൂരപ്പന്റെ ഫോട്ടോ താഴെ, നിങ്ങളൊന്നും പേടിക്കണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആ സീൻ ആ റിയാക്ഷൻ ഇല്ലേ, ഞാനിപ്പോഴും പറയാം, അതിൽ നമ്മൾ സീനിൽ അത് വീഴുന്നു കണ്ട് പേടിക്കുന്നു എന്ന് പറയുന്നതാണ്. അത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ഞാൻ കൺക്ലൂഡ് ചെയ്യും ഈ പേടി, അതെങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷാജുവേട്ടനാണ് എന്നോട് പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു സാധനം ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇങ്ങനെ ഒരു സാധനം ഇടട്ടെ, അപ്പോൾ അത് വർക്കാവില്ലേ എന്ന് ചോദിക്കുന്ന ഷാജുവേട്ടനാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കൊരു എന്തോ ഒരു വലിയൊരു ആശ്വാസമായിരുന്നു. കിട്ടി, കിട്ടി, സീൻ എൻ്റെ ആയി എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അത് ഷാജുവേട്ടൻ തന്ന സാധനമാണ്. അത് അതിനകത്ത് ഒരു റിയാക്ഷൻ മാത്രം മതിയായിരുന്നു. പക്ഷെ അതിനെ ഒന്ന് സേഫ് ആക്കിയത് ഷാജുവേട്ടൻ്റെ അന്നപ്പുള്ള ഒരു ഇംപ്രവൈസേഷൻ ആണ്. അല്ല, ആക്ച്വലി നമ്മൾ പേടിച്ചാൽ ഒരു പക്ഷേ ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ ഒരു പെട്ടെന്ന് വീഴുമ്പോൾ ഞെട്ടുക എന്ന് പറയുന്ന ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഹ്യൂമർ ലൈനിൽ പിടിക്കുന്ന ഒരു പരിപാടിയാണെങ്കിലും നമ്മൾ ആക്ച്വലി ഞാൻ ഭയവും ദൈവവിശ്വാസവും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ വലിയ ഞെട്ടൽ എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല, ഓഡിയൻസിന് കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വെച്ചാൽ വീഴുമ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. അപ്പം വീഴുമ്പോൾ ഒന്ന് ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ നോക്കിയിട്ട് തിരിഞ്ഞു നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോഴും അയാൾ സമ്മതിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അയാൾക്കുണ്ട്. അതാണ്, അയാൾക്ക് വിശ്വാസമില്ല, പക്ഷെ എവിടെയോ അയാൾക്ക് ഒരു ഡൗട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമാണ്. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് മുമ്പിൽ ഇത് തീരുന്നവരെയും അയാളത് ഇത് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു തരുമ്പോൾ ഒരാൾ ആസ് എ ഡയറക്ടർ ഒരാൾ പറയുകയാണ് ഇതാണ് ഷാജേട്ടൻ, ഇതാണ് ക്യാരക്ടർ. അപ്പോൾ എനിക്ക് ഭയമില്ലെന്ന് ഞാൻ വരുത്തി തീർക്കണം. അത് അത്രയും പറഞ്ഞുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ക്യാരക്ടർ പഠിക്കാൻ അത് തന്നെയാണ് ഏറ്റവും വലിയ ഈസി ആയിട്ടുള്ള. ഡയറക്ടർ എന്ത് പറയുന്നു നമുക്ക് കേൾക്കണം, ഒറ്റ വാക്കിൽ നമുക്ക് കിട്ടും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് കഥ മുഴുവൻ പറഞ്ഞാൽ നമുക്ക് ക്യാരക്ടർ കിട്ടില്ല. അതാണ് എൻ്റെ. സോ കമ്മിങ് ടു ആദ്യ എങ്ങനെ ഉണ്ടായിരുന്നു ഹൊറർ എക്സ്പീരിയൻസ് ഒക്കെ? എനിക്ക് വലിയ ഹൊറർ എക്സ്പീരിയൻസ് ഇല്ല. ഏത് അതല്ല, വീണ ചേച്ചിനെ എനിക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാം. അതാണ് ഹൊറർ എക്സ്പീരിയൻസ് പറയൂ. അതാണ് ഒരുപാട് വർഷമായിട്ട് അറിയാവുന്നതാണ്. അപ്പം വീണ ചേച്ചി ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ പറ്റി പറയുന്നു, ഷാജുചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഷാജുചേട്ടൻ കഥ പറയുന്നു. അപ്പം പിന്നെ ആദ്യമേ പറഞ്ഞിരുന്നു ബഡ്ജറ്റ് നമ്മൾ കുറച്ച് ബഡ്ജറ്റിലാണ് പടം എടുക്കുന്നത്, അല്ലെങ്കിൽ വെബ് സീരീസ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അത്ര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ വന്ന് ഷൂട്ട് ചെയ്തു. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കണ്ടപ്പം നമ്മളൊരു വെബ് സീരീസ് പോലല്ല, ഒരു മൂവി പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത്രയും നല്ല രീതിയിലാണ് നമ്മളൊരു മൂവിയുടെ ടീം ആയതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്റെ ക്യാരക്ടറിന് അത്രയും ഹൊറർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ അല്ല. ഞാനായിരിക്കും ചിലപ്പോ ഈ ഒരു പാരാനോർമൽ ആക്ടിവിറ്റി ചെയ്യുന്ന റിസർച്ച് നടത്തുന്ന ഒരു കുട്ടിയാണ്, പേടിപ്പിക്കാൻ നടക്കുന്ന ആളാണ്. പക്ഷേ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഇവള് ഒരു പക്ഷെ കാറിൽ ഞാനത് മേടിച്ചു. അത് എന്റെ അമ്മേ, ആ കുട്ടിയുടെ പേര് ശരിക്കും എവിടെയൊക്കെ അല്ലാതെ AC കൂടിയ
എന്നിട്ട് വേർക്കണ്ടെന്ന് വെള്ളം വേണം മോളെ. ഇല്ല കുഴപ്പമില്ല പറഞ്ഞു. വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യണോ? ടോയ്ലറ്റിൽ പോയിട്ട് വന്നു. ഇല്ല കുഴപ്പമില്ല, അത് ഓൾറെഡി പോയി. കണ്ടിന്യൂ. സോ പാരനോർമൽ ആക്ടിവിറ്റി എന്താ പറയുക റിസർച്ച് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. സോ അവൾക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഓൾറെഡി അത് റിസർച്ച് ചെയ്യുന്ന ഒരാളായത് ഒരു ക്യാരക്ടർ പേടിക്കേണ്ട ആവശ്യമില്ല. കൈ നോക്കിയാൽ ഗോസ്റ്റ് ആയിട്ട് വരുന്നതും അല്ല 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 അത് വേറെ. ഈ സീരീസിൽ ഒന്നുകിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, കഥ മുഴുവൻ എഴുതി തരാം. ഞാൻ ട്രെയിലറിൽ കണ്ടതുപോലെ തോന്നിയില്ല. അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വരുന്ന ഒരാളാണ്. റിസർച്ച് ചെയ്യാൻ വരുന്ന ഒരാൾ. പിന്നെ നമ്മളിത് അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ പ്രൊജക്ട് കണ്ട് മനസ്സിലാക്കൂ. Okay, okay, നിങ്ങൾ ആരും ഒന്നും മിണ്ടല്ലേ, റിസർച്ച് സ്റ്റുഡന്റ് ആണ്. ചോദിക്കും. ഗോസ്റ്റ് വേറെ ഉണ്ട്, വേറെ ഉണ്ട്. വേറെ വേറെ ഗോസ്റ്റ് ഉണ്ട്. അല്ല അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ബാക്കി വെച്ചിരിക്കുന്ന പോസ്റ്റർ കണ്ട് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് തെറ്റിദ്ധരിക്കും. അല്ലേ അതായത് ആദ്യയുടെ പോലില്ലേ ചെറുതായിട്ട്. ആദ്യയുടെ പോലെ ഉള്ളൂ, അത് അവസാനമാണ്. ആദ്യ ഞങ്ങൾ പറഞ്ഞില്ലേ, അത് അവസാനം ആദ്യം അങ്ങനെയാണോ എന്ന് തോന്നി, പക്ഷെ ആദ്യം അല്ല അല്ലേ? അല്ല. അത് വെറുതെ അല്ല തെറ്റി. ഞാൻ ഇൻ ബിറ്റ്വീൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പേടിപ്പിച്ചത് എന്തിനായിരുന്നു? എന്തായാലും കുറവല്ലേ. അല്ല നിങ്ങൾക്ക് അറിയായിരുന്നോ വരുമെന്ന്? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കല്ലേ, എങ്കിൽ എനിക്കൊരു ക്ലൂ ബാക്കിൽ. അപ്പൊ നിങ്ങൾ പേടിക്കണല്ലോ. പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു. ആണോ? ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടു, ആളെങ്ങനെ പെട്ടെന്ന് വെടിയെത്തി. ഞാൻ കൊറേ നേരിട്ട് എപ്പോ വരും ഓക്കെ. അപ്പൊ ഞാൻ എന്തൊക്കെയാ ചോദിക്കാൻ സാരമില്ല, കുഴപ്പമില്ല. ഇനി ഞങ്ങൾ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ഇതുപോലെ പേടിക്കുമെന്നല്ല, പക്ഷെ എങ്കിലും രസകരമായിട്ട് നമ്മളെ ഇതുപോലെ എല്ലാ വീടുകളിലേക്കും ഒരാളെ വിട്ടു. പേടിച്ചില്ലെങ്കിൽ പിആറിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതുകൊണ്ടോ എല്ലാവരുടെയും കണ്ടോണ്ടിരിക്കുമ്പോ? ആക്ച്വലി നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മൾ ചിലപ്പോ ഹൊറർ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില പക്ഷെ നമ്മള് ഒന്നും പേടിക്കില്ല, സൈലന്റ് ആയിരിക്കും. ഒരു ഡോർ ചിലപ്പോൾ ടക്ക് തുറക്കുന്നതിലായിരിക്കും നമ്മൾ പേടിക്കും. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കാണില്ല, ഒരു റീല് കാണാം, ഒരു ഹൊറർ സിനിമ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ആ ഹൊറർ സിനിമേന്റെ ആ ഒരു ഇങ്ങനെ സൈലൻസിൽ ഇങ്ങനെ ഇരിക്കും. മുന്നിലിരിക്കുന്ന ആൾക്കാർ ഇത് ഇങ്ങനെ കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ ബാക്കിൽ കൂടി വന്നിട്ട് ഒരു പാത്രത്തിന്റെ മുകളിൽ ടക്ക് എന്ന് പറഞ്ഞാൽ അടിക്കുന്ന സമയത്ത് ആക്ച്വലി അതെനിക്ക് ഉണ്ടാവാറുണ്ട്. ഞാൻ എന്തെങ്കിലും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കും, പെട്ടെന്ന് വരുമ്പോ ഞെട്ടിപ്പോയി, ആ ഞെട്ടിപ്പോയി, അതാ പോയി. അപ്പം നീ ഞെട്ടിയിൽ വീണത് എന്റെ ഫോണാണ്. ഓക്കെ. സോ വീണ ചേച്ചി, ആക്ടർ ടു പ്രൊഡ്യൂസർ ഷിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കരം. എങ്ങനെ ചേച്ചി പൈസ ഇങ്ങനെ എണ്ണ കൊടുത്തു? പിന്നെ എറിയുമായിരുന്നു ഭാരി. ഞങ്ങള് ദിവസങ്ങളെ എണ്ണയുണ്ട്, ദിവസങ്ങൾ എണ്ണിരുന്നു. പക്ഷെ അവളെ അതെല്ലാം കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തു. അതാണ് എന്റെ സംഭവം. എന്താ പറയുന്നത്, ഈ പ്രൊജക്റ്റ് തുടങ്ങിയ സമയം മുതൽ കഴിഞ്ഞ ഒരു ട്രെയിലർ റിലീസ് ആവുന്നത് വരെ ശരിക്കും പറഞ്ഞാൽ എയറിലായിരുന്നു ഉറപ്പായിട്ടും. കാരണം ഇത് നമ്മൾ ഒരുപാട് മറ്റേ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നും വെച്ച് ചെയ്തൊരു അല്ലെങ്കിൽ അങ്ങനെ പ്രൊഡക്ഷൻ ഫീൽഡിലേക്ക് വന്നതല്ല, ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് വന്നത് തന്നെയാണ്. അപ്പോൾ ആഗ്രഹത്തിൻ്റെ പുറത്ത് വരാൻ പറ്റിയ ഫീൽഡാണോ പ്രൊഡ്യൂസർ എന്നുള്ളത് അത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതാണ് ആഗ്രഹം. എനിക്ക് വേറെ ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ചെയ്യാൻ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാനേ എനിക്ക് അറിയും, വേറൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല, ബിസിനസ്സൊന്നും. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമാണ്, ഇനി ഞാൻ പ്രൊഡക്ഷൻ ചെയ്യും, അത് ഉറപ്പാണ്. സിനിമകളായിരിക്കില്ല എന്ന് മാത്രം, വെബ് സീരീസുകൾ ഇനി ഞാൻ ചെയ്യും. നാളെ ഒരിക്കൽ ചിലപ്പോൾ സിനിമ ചെയ്തെന്നും ഇരിക്കും. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഫസ്റ്റ് പ്രൊജക്റ്റ് തന്നെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ഇത്രയും ദിവസത്തിനകത്ത് ഈ പ്രൊജക്റ്റ് തീർക്കുക എന്നുള്ളതാണ്. അത് ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളും ഇത്രയും നല്ല ടെക്നീഷ്യന്മാരും എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അതിൻ്റെ കൂടെ അത്രയും കോപ്പറേറ്റ് ചെയ്ത് എനിക്കറിയാവുന്ന സൗഹൃദത്തിൻ്റെ പേരിൽ വന്ന് വർക്ക് ചെയ്തവരാണ് ഇതിനകത്ത് എല്ലാവരും. അപ്പോൾ പിന്നെ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട കഥാപാത്രമായിരുന്നു കേട്ടോ, അല്ലെ ചുമ്മാ സൗഹൃദത്തിന്റെ പേരില് സ്നേഹത്തിന്റെ പുറത്ത് വീണ ആട്ടിൻകാട്ടം. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ കഷ്ടപ്പാടിന്റെയും എല്ലാവരുടെയൊക്കെ പരിശ്രമത്തിന്റെയും പ്രൊജക്റ്റാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. എല്ലാവരും കാണണം, അത് മാത്രമേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ പ്രൊജക്റ്റ് കാണുക, വിജയിപ്പിക്കുക. കാരണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരു കണ്ടന്റ് അതിനകത്ത് ഉണ്ട്. ഓക്കെ ഓക്കെ. സോ വൈൻഡപ്പ് ചെയ്യുന്നതിനും എന്നോട് വൈൻഡപ്പ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിനും ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് നമ്മൾ പൊതുവെ ഈ ഹൊറർ മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഹൊറർ എക്സ്പീരിയൻസസ് ഒക്കെ അവിടെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിലപ്പോൾ പറഞ്ഞു ആദ്യമായിട്ടാണോ നിങ്ങൾക്ക് ഒരു ഹൊറർ എക്സ്പീരിയൻസ് ഇങ്ങനെ കിടന്ന് ഞാൻ അലറുന്നു. പേടിപ്പിക്കാൻ വന്ന കുട്ടി പേടിച്ചു. ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ആയിരുന്നു. എന്താണ് അയ്യോ ആ ചീറ്റി എന്തോ പേടിപ്പിച്ചു എന്നൊക്കെ. അപ്പോ
അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഹൊറർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിന് ടൈം കിട്ടിയില്ല. അത് പേടിക്കാൻ സമയം വേണ്ട, ഒരു മനുഷ്യൻ ഇച്ചിരി അതിനുള്ള സമയം പോലും അവിടെ ഉണ്ടായില്ല. നമുക്ക് ആ ലൊക്കേഷനിൽ വേറെ ഒരു നെഗറ്റീവ് ശബ്ദമൊന്നുമില്ല, ആക്ഷൻ മാത്രം. ആ ലൊക്കേഷനിൽ ഒരു നെഗറ്റീവ് എനർജി പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അങ്ങനെ വേറൊരു ഹൊറർ എക്സ്പീരിയൻസ് നമുക്ക് വന്നിട്ടില്ല. ഇടയ്ക്ക് അത് മറ്റേ പ്രൊഡ്യൂസറിനായിരിക്കും നെഗറ്റീവ് എക്സ്പീരിയൻസ്. അത് പക്ഷെ അത് വലിയ സംഭവം വലിയ സംഭവങ്ങളാണ്. പക്ഷെ നമ്മൾക്കായിട്ട് ഈ producer പിന്നെ ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചിലപ്പം പറയില്ലേ നമ്മൾ ഓരോ തടസ്സങ്ങൾ ഉണ്ടാവുന്നത് എന്തെങ്കിലുമൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന്. അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ആക്ച്വലി ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് പല കാസ്റ്റിങ്ങുകൾ മാറിയതാണെങ്കിലും പല ടെക്നീഷ്യൻസ് മാറിയതാണെങ്കിലും പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ഡേയ്സ് മാറുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ചില ലൊക്കേഷൻസ്, ഇതൊക്കെ നമുക്ക് മാറിയത് ആക്ച്വലി ഗുണമായിട്ടേ വന്നിട്ടുള്ളൂ. ഒരു കാര്യവും അതിനകത്ത് ദോഷമായിട്ട് വന്നിട്ടില്ല. അപ്പം അത് എവിടെയോ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ആർക്കും ഒരു പേഴ്സണൽ അജണ്ടാസ് ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഇന്ന ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഇപ്പം നമ്മൾ പറയില്ല, സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ ഇത് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഒരു ചലഞ്ചാണ്. അത് ഞാനിത് ചെയ്തിട്ട് ഈ എന്തെങ്കിലും പറ്റിപ്പോയാൽ അല്ലെങ്കിൽ നന്നായില്ലെങ്കിൽ അത് എൻ്റെ കരിയറിനെ ബാധിക്കും. അപ്പം ഞാൻ ഇത്ര ഒരു റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ കരിയറിനെ ബാധിക്കുന്ന കാര്യമാണ്. ശബരീഷ് ഈ ഹീറോ വേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇയാൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അതിന് പോയി തലവെക്കേണ്ട എന്ത് കാര്യമായിരുന്നു എന്നുള്ളത് ശബരീഷിനോട് ചോദിക്കാം. ക്യാരക്ടറിന്റെ അല്ല ഞാൻ പറയാം, അങ്ങനെ ചോദിക്കാം. ഈ സീരീസിന് എന്തിനാണ് സീരീസിൽ പോയത്, ഞങ്ങൾക്ക് സിനിമ നടന്നാൽ പോരെ എന്നൊക്കെ പറയുന്ന സാധനമാണ്. അപ്പം അതൊരു ചലഞ്ചാണ് ആക്ച്വലി. ആ ചലഞ്ച് ഞങ്ങൾ എല്ലാവരും പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ചെയ്തപ്പോൾ ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ള എല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റിലാണ്. അപ്പോൾ എല്ലാവരും പറയില്ല വലിയൊരു ശമ്പളം പ്രതീക്ഷിച്ചു ആരും വന്ന് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടില്ല. എല്ലാവരും ഈ പ്രോജക്റ്റ് നന്നാവണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ മാത്രം നിന്നാണ്. അതുകൊണ്ട് മാത്രമായിരിക്കും ഇതിന് നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ മാറ്റങ്ങളും ഒക്കെ അനുഗ്രഹമായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഹൊറർ എക്സ്പീരിയൻസ്, നെഗറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇതിനെ വർക്ക് ചെയ്ത സമയത്ത്. ഇപ്പൊ ആകെ ഉണ്ടായതുള്ള ഈ എക്സ്പീരിയൻസ് മാത്രം. അതെ, ഓർക്കും ഇത് പ്രേക്ഷകർ ഓർക്കുമായിരിക്കും. എന്നാലും എന്നോടൊന്ന് പറഞ്ഞിട്ട് വരായിരുന്നു, ഞാൻ ഓക്കെ. അപ്പൊ എന്തായാലും ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് വീണ ചേച്ചി എപ്പോഴെങ്കിലും കാണണമെങ്കിൽ പറയണമെന്ന് ഞാൻ ഓർത്തായിരുന്നു. ചേച്ചി ശ്രീവിദ്യ മാമിന്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രൊഡ്യൂസർ എന്താ പറയാനുള്ളത് ഓഡിയൻസിനോട്? ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഒന്ന് തന്നെയുള്ളൂ. നവംബർ 14 പ്രൊജക്റ്റ് ZEE5 റിലീസാവുകയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുക. ഇതല്ലാതെ വേറെ ഒന്നും നമുക്ക് ഈ ഒരു വേളയിലും പറയാനില്ല. എല്ലാവർക്കും ഒരേപോലെ അത് മാത്രമേ പറയാനുള്ളൂ. Okay, so all the very best. Thank you so much for joining us.